ഓമന ചേച്ചി തന്നെ എന്തോ ഒരു കാര്യം അത്യാവശ്യമായി സംസാരിക്കാനായി കാണണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു അവൻ. ഓമന ചേച്ചിക്ക് 2 പെൺമക്കളും ഒരാണുമാണുള്ളത്. ആണൊരുത്ത 22-ാം വയസ്സിൽ തന്നെ ഒളിച്ചോടി കല്യാണം കഴിച്ചു. 2 പെൺമക്കളുള്ളത് പഠിത്തം കഴിഞ്ഞു ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുന്നു. കടലിൽ പോയി നേരെ വന്നത് കൊണ്ട് കുട്ടന്റെ മേത്ത് മുഴുവൻ പൂഴിയായിരുന്നു. കുട്ടൻ ഷർട്ട് ഊരി പൂഴിയൊക്കെ തട്ടിക്കൊണ്ട് ഓമന ചേച്ചിയുടെ വീട്ടിലെത്തിയത്. കുട്ടൻ വാതിലിൽ മുട്ടിയതും ഓമന ചേച്ചി വാതിൽ തുറന്നു. വാതിലിന്റെ അടുത്ത് തന്നെയും കാത്തു നിൽക്കുകയായിരുന്നു. എന്തപ്പാ ഇത്രയും അത്യാവശ്യം? മനസ്സിലാലോചിച്ചു. ആ കപ്പൽ മുതലാളി തിരക്കൊക്കെ കഴിഞ്ഞു വന്നോ? സ്വന്തമായിട്ടൊരു ബോട്ടുണ്ട്, അതിനാണ്. അമ്മ മുതലാളി ഒന്നും അല്ലപ്പാ, ഒരു ചെറിയ ബോട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതിലും പണിക്ക് പോകുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ ഓൺ കെട്ടാനൊന്നും ഞാനും ഒന്നിച്ചല്ലേ പോവാല്. ഷർട്ടിടാതെ വീട്ടിലേക്ക് കയറി വന്ന അവന്റെ കരുത്തറ്റ ശരീരത്തിൽ ഓമനയുടെ കണ്ണുകൾ തറച്ചു. നല്ല ഉറച്ച ശരീരം, കടൽപ്പണിക്ക് പോകുന്നത് കൊണ്ട് തന്റെ കെട്ടിയോനെ പോലെ തന്നെ നല്ല ഉരുക്ക് ശരീരം. ചെറുപ്പത്തിലെ നന്നായി അധ്വാനിക്കാൻ തുടങ്ങിയതാണ് ചെക്കൻ, അതുകൊണ്ടായിരിക്കും ഇത്ര ആരോഗ്യം. എടാ, നീ നല്ലോണം കറുത്തുപോയല്ലേടാ മോനെ. അവന്റെ ശരീരം നോക്കിക്കൊണ്ട് അവന്റെ മേലുള്ള പൂഴിയും തട്ടിക്കൊണ്ട് ഓമന പറഞ്ഞു. കടൽപ്പണിക്ക് പോകുന്ന ആരാ ഓമനേച്ചിയെ വെളുത്തിട്ടുള്ളത്? പിന്നെ ആകെ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഈ തടിയാണ്. ജിമ്മിൽ പോയാൽ കിട്ടുവോ ഇതുപോലെ? ആ, അത് ശരിയാ. നീ അകത്തേക്ക് വാ. പുലർച്ചെ പോയതല്ലേ കടലിൽ, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഉണ്ണി ഇന്നലെ കൊണ്ടുവന്ന ചിക്കൻ പൊരിച്ചതുണ്ട്, കഴിച്ചിട്ട് പോവോ? ചിക്കൻ എങ്കിൽ ചിക്കൻ വിളമ്പിക്കോ? ആ ഇളകി തുളുമ്പുന്ന പിന്നഴകും നോക്കി ഓമന ചേച്ചിയുടെ പിന്നാലെ അവൻ അടുക്കളയിലേക്ക് ചെന്നു. ഓമന ചേച്ചി അവനു വേണ്ടി ഇന്നലത്തെ ചോറും കൂട്ടാനും വിളമ്പി. അവൻ ആക്രാന്തത്തോടെ വെട്ടിവിഴുങ്ങുന്നതും നോക്കി ഓമന അടുത്തു നിന്നു. താൻ ഉദ്ദേശിച്ച കാര്യത്തിന് ഇവനെയൊന്നും മറ്റാരെയും വിശ്വസിക്കാൻ വയ്യ. ഉണ്ണിയുടെ സുഹൃത്തുക്കളിൽ അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റിയത് ഇവൻ മാത്രമേ ഉള്ളൂ. എടാ കുട്ട, നിനക്ക് ഇങ്ങനെ നടന്നാ മതിയോ? ഒരു പെണ്ണല്ലേ കെട്ടണ്ടേ? നിങ്ങളെ മോൻ ചെറുപ്പത്തിലേ കെട്ടിയിട്ട് ഇപ്പൊ എന്തായി? ഓനിപ്പോ ദുബായിൽ അടിമപ്പണി എടുക്കുന്നു. അല്ല, ഓളെ പോറ്റാൻ പൈസ ഇല്ലാതെ. നീ അങ്ങനെ അല്ലല്ലോ. നീ ഏതായാലും കൊണ്ടുവരുന്ന പെണ്ണിനെ നല്ലപോലെ നോക്കുമല്ലോ. അതൊക്കെ നോക്കൂ. അല്ല ഓമനേച്ചിയെ, നിങ്ങൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കാൻ കാരണോ? നമ്മളെ ലതേന്റെ മോളില്ലേ പാറു, ഓളെ കൊണ്ട് നിന്നെ കെട്ടിച്ചാലോ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ആഹാ, കൊള്ളാലോ. എന്റെ വീട്ടുകാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഓമന ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയെടുക്കും കുട്ട. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിങ്ങൾ പറ. ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്തു തരണം. എനിക്ക് ആരും അറിയാൻ പാടില്ല. പക്ഷെ അതെന്ത് കാര്യമാണപ്പാ? നിങ്ങൾ പറയും, ഞാൻ നോക്കട്ടെ. നിന്റെ പണിക്കാരനില്ലേ, എൻ്റെ കെട്ടിയോൻ മോഹൻ, അയാൾക്ക് എവിടെയോ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് കുടുംബശ്രീയിൽ ഒരു പരദൂഷണമുണ്ട്. ഏയ് ഇല്ലപ്പാ, മോഹനേട്ടൻ നേരെ പണി കഴിഞ്ഞാൽ നിങ്ങളെ അടുത്തേക്കല്ലേ വരല്. നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ആയിക്കോട്ടെ, തോന്നലാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ എന്നാലും ഒരു ഓമന ചേച്ചിന്റെ സമാധാനത്തിന് വേണ്ടി ഒന്നും പോയി നോക്കടാ. എന്നിട്ട് പ്ലീസ്, അഥവാ അത് ശരിയാണെങ്കിൽ നീ അങ്ങ് കയ്യോട് പിടിക്കടാ. ആ, അത് ഞാൻ ഏറ്റു. അപ്പൊ അതിനുള്ള കൈക്കൂലി ആയിരുന്നല്ലോ ഈ കോഴി. അങ്ങനെ അതും പറഞ്ഞ് കയ്യും കഴുകി വീട്ടിൽ പോയി ഒന്ന് കുളിച്ചു. ഇറങ്ങിയതിന് ശേഷം ക്ലബിലൊക്കെ പോയി ഇരുന്ന് അന്നത്തെ ദിവസം തള്ളി നീക്കി. എന്നത്തെയും പോലെ അന്ന് രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കാണ് തിരിച്ചു വന്നത്. കിട്ടിയ മീനിൽ നിന്ന് എല്ലാവർക്കും കുറച്ച് കൊടുത്തതിന് ശേഷം എല്ലാവരെയും പറഞ്ഞയച്ചു. നമ്മുടെ മോഹനേട്ടൻ ഒരു മുറി ബീഡി എടുത്ത് വലിച്ചുകൊണ്ട് തെക്കോട്ട് നോക്കിക്കൊണ്ട് ഒറ്റ നടത്തമായിരുന്നു. ഇനി ഈ ഓമനേച്ചി പറഞ്ഞതിൽ വല്ല സത്യവും ഉണ്ടോ എന്ന് നോക്കാൻ കുട്ടൻ അയാളുടെ പിന്നാലെ അയാൾ കാണാതെ ചെന്നു. പെട്ടെന്നാണ് മോഹനൻ ആരും കാണാതെ പടിഞ്ഞാറത്തെ ഷീബേച്ചിന്റെ ചായ്പിൽ കയറുന്നത് കുട്ടൻ കണ്ടത്. കുട്ടൻ ഒച്ച ഉണ്ടാക്കാതെ ആ ചായ്പിൻ തുറന്നിട്ട ജനാലിൽ കൂടി അകത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ടിട്ട് കുട്ടൻ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഈ നാട്ടിലെ അത്യാവശ്യം കുറച്ച് കാണാൻ എടുപ്പുള്ള ഒരു കൂട്ടത്തിലുള്ളതായിരുന്നു ഷീബയും പിന്നെ മോഹനേട്ടനും. ഷീബയെ മോഹനേട്ടൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഷീബയ്ക്ക് ഒരു കറുത്ത ബ്ലൗസും അടിയിൽ ഒരു ലുങ്കിയും മാത്രം.
മോഹനേട്ടൻ ആള് കൊള്ളാമല്ലോ, കുട്ടൻ സ്വയം മനസ്സിൽ കരുതി. തൻ്റെ ലുങ്കിയൊക്കെ വകഞ്ഞു മാറ്റി ഷീബയുടെ പിന്നിൽ നിന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. പിന്തിരിഞ്ഞു നിന്ന ഷീബയുടെ ചരുവങ്ങളിൽ തൊട്ടുള്ള മോഹനേട്ടൻ്റെ കെട്ടിപ്പിടുത്തത്തിൽ ഷീബയിൽ നിന്നുയർന്ന സിൽക്കാരം മോഹനേട്ടനെ വികാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചു. ഷീബ അവൾ പിന്നോട്ടാഞ്ഞ് മോഹനേട്ടനിലേക്ക് ചേർന്ന് നിന്നു. മോഹനേട്ടൻ അവളുടെ മുടികൾ വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചുംബിച്ചു. മോഹനേട്ടൻ്റെ കൈവിരലുകൾ അവളുടെ കയ്യിലിരുന്ന മത്തങ്ങയിൽ തടഞ്ഞപ്പോൾ മോഹനേട്ടൻ്റെ വിരലുകൾ ഞെരിച്ചു കശക്കി. ആ മോഹനൻ അവളെ ചേർത്ത് കൂട്ടിപ്പിടിച്ച് പിടിച്ചങ്ങ് കുഴച്ചു. ഷീബയുടെ കൃഷ്ണമണികൾ മുകളിലേക്ക് തെന്നി, കണ്ണുകൾ പാതി കൂമ്പിയടഞ്ഞു. പതിയെ മോഹനേട്ടൻ മുട്ടുകുത്തി ഇരുന്നിട്ട് അവളുടെ ആലില പോലെ വയറിൽ കെട്ടിപ്പിടിച്ചു. അവളുടെ വയറിൽ ഒരു ചുടുചുംബനം നൽകി. അപ്പോൾ ഷീബ കണ്ണുകൾ പാതി കൂമ്പി അടച്ചു നിൽക്കുന്നു. ഷീബ മുരണ്ടുകൊണ്ട് അയാളെ തന്നിലേക്ക് ചേർത്തി നിർത്തി. മതിമറന്ന് നിന്ന ഷീബ മോഹനേട്ടൻ്റെ ലുങ്കിയിൽ പിടുത്തമിട്ടതും അത് അഴിഞ്ഞ് താഴേക്ക് വീണു. ഷീബ അറിയാതെ അയാളുടെ പൗരുഷം കണ്ട് ഞെട്ടിവിറച്ചു നിന്നു. കുട്ടൻ ഇതെല്ലാം ജനവാതിൽ കൂടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. മതി, എനിക്ക് ഇത്രയും മതി, ഓമന ചേച്ചിയോട് പറയാൻ കുട്ടൻ സ്വയം പിറുപിറുത്തു. അങ്ങനെ കുട്ടൻ മീനെ എടുത്തു നേരെ സ്വന്തം വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. എത്രയും പെട്ടെന്ന് ഒന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ വിശേഷം ചൂടോടെ ഓമന ചേച്ചിയെ അറിയിക്കാമല്ലോ. അങ്ങനെ കോഴി കൂകി. രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ കുട്ടൻ നേരെ ഓമന ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു കാര്യം അവതരിപ്പിച്ചു. സാധിച്ചതിന് ഒരു നന്ദി വാക്കും പ്രതീക്ഷിച്ച കുട്ടന് പക്ഷെ നല്ല ആട്ടാണ് കിട്ടിയത്. എടാ പൊട്ടൻകുട്ടാ, നീ ഇപ്പോൾ പറഞ്ഞ പോലെ പരദൂഷണം എൻ്റെയും ചെവിയിൽ എത്തിയത് കൊണ്ടല്ലേ നിന്നോട് ഞാൻ അയാളെ കയ്യോടെ പിടിച്ച് സത്യാവസ്ഥ എന്നോട് അറിയിക്കാൻ പറഞ്ഞത്? ഇതിപ്പോൾ നീയും അവരെ പോലെ വാഗൊണ്ട് പറയുന്നതല്ലാതെ എനിക്ക് വിശ്വസിക്കാനുള്ള എന്താ ഇതിലുള്ളത്? അതെന്താ ഓമന ചേച്ചി, ഞാൻ പറഞ്ഞ ചേച്ചിക്ക് വിശ്വാസം പോരെ? നിന്റെ അരയിലിരിക്കുന്ന സാധനം കൊണ്ട് പിന്നെന്താ ഒരു ഉപയോഗമുള്ളത്? ഓമന ചേച്ചി അരയിൽ തൻ്റെ മൊബൈൽ നോക്കിയാണ് അത് പറഞ്ഞതെങ്കിലും പക്ഷെ 2 പേരുടെയും മുഖത്ത് ചെറുതായി ഒരു ചമ്മൽ വന്നു. എൻ്റെ പൊന്നു ഓമന ചേച്ചി, ഒന്നാമത് നേരം എടുത്തിട്ടില്ല. അതും കൂടാതെ ഇരുട്ടുള്ള മുറിയിലായിരുന്നു കലാപരിപാടികൾ. അതിൻ്റെ ഇടയിൽ ഫ്ലാഷ് അടിക്കാൻ ഫോൺ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഇനി ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാളെ ഞാൻ മോഹനേട്ടനെ നേരത്തെ പറഞ്ഞയക്കാം. കൂടെ ഞാനും ഇറങ്ങും. ചേച്ചി ആ സമയത്ത് നേരെ അങ്ങോട്ട് വന്നാൽ മതി. നേരിട്ട് കണ്ടാൽ വിശ്വാസമാവുമല്ലോ. കുറച്ച് സമയം ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം ഓമന അതിന് ഒന്ന് മൂളിക്കൊടുത്തു. പിറ്റേന്ന് ബോട്ടിൽ നിന്ന് രാത്രി 1 മണിക്ക് പണി കഴിഞ്ഞിറങ്ങിയ മോഹനേട്ടൻ വീണ്ടും ഷീബയുടെ വീട്ടിലേക്ക് പോയി. ഇപ്രാവശ്യം കുട്ടൻ കൃത്യസമയത്ത് തന്നെ ഓമന ചേച്ചിയെ വിളിച്ച് കാഴ്ചക്കാരിയായി നിർത്തിയിരുന്നു. കുട്ടൻ മെല്ലെ ഒച്ച ഒന്നും ഉണ്ടാക്കാതെ അവിടെ എത്തി ഓമന ചേച്ചിയുടെ പിന്നിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഷീബയുടെ കയ്യിലുണ്ടായിരുന്ന ചരുവത്തിൽ പിടിച്ചമർത്തുന്ന മോഹനേട്ടനെയാണ് കണ്ടത്. ഓമന